ചോരകുനിയുന്ന ദൃശ്യങ്ങൾ നിസ്സഹായനായ ഒരു പാവം വിദ്യാർത്ഥിയുടെ വേദനിക്കുന്ന വിലാപങ്ങൾ വ്യക്തതയോടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിക്കാനും കേൾപ്പിക്കാത്തതും കഴിയാത്തതും മനക്കെട്ടിയില്ലാത്തവർ ആ വിഷ്വൽ കണ്ടാൽ ചിലപ്പോൾ വിഷാദരോഗത്തിനടിപ്പെടും, ചിലപ്പോൾ ഹൃദയസ്തംഭനമുണ്ടാകും. അതുകൊണ്ടാണ് 1ാം വർഷ വിദ്യാർത്ഥിയെ ഷർട്ടൂരി അർദ്ധനഗ്നനാക്കി കയ്യും കാലും കട്ടിലിൽ കെട്ടിയിട്ടാണ് സീനിയർ തമ്മാടികളുടെ വക നരമേധം കൊല്ലാക്കൊല. ആ ദൃശ്യങ്ങളിൽ ഒരു 1, 2, 3 എണ്ണലുണ്ട്. എഞ്ചുപടി പറഞ്ഞു കളിക്കുന്നതല്ല. കഴുത്തിന് താഴേക്ക് കാൽപാദം വരെ കോമ്പസ് കൊണ്ട് കുത്തി ചോര വാർക്കുന്ന മുറിവുകളിൽ എന്തോ തരം ദ്രാവകമൊഴിക്കലാണ്. നെഞ്ചിൽ 2 ഭാഗത്തായി മുറുക്കിയിട്ടിരിക്കുന്ന ക്ലിപ്പിൽ പിടിച്ചാട്ടി കളിക്കുന്നുണ്ട്. സ്വകാര്യ ഭാഗത്തിന് മുകളിൽ ഡംബൽസ് എന്ന ഇരുമ്പ് കട്ടികളാണ്. നാഭിയിൽ ഡിവൈഡർ ഇട്ട് കുത്തിക്കറക്കലാണ്. ആ വിദ്യാർത്ഥി വേദന കൊണ്ട് പിടച്ചു പൊളയുമ്പോൾ ഒരുതരം പൈശാചികമായ അട്ടഹാസങ്ങളിൽ മനുഷ്യമാംസം പച്ചയ്ക്ക് തിന്നുന്ന നരഭോജികൾ തോറ്റുപോകും മട്ടിലാണ് തെമ്മാടിപ്പളയുടെ പൂണ്ടുവിളയാട്ടം. ആ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഏഞ്ചൽ കോട്ടിട്ട് നഴ്സിംഗ് പണിയെടുക്കേണ്ട കൂട്ടമാണ്. യന്തകവിത്തുകൾ പഠിച്ചിറങ്ങിയാൽ ആശുപത്രികൾ അറവുശാലകളാക്കില്ലെന്ന് ആര് കണ്ടു? കുട്ടികളല്ലേ, അവരുടെ ഭാവി എന്താകുമെന്ന് സിമ്പതി വേണ്ട. എമ്പതി എന്ന വാക്കു കേട്ടിട്ടില്ലാത്ത ആ കുറ്റവാളി കൂട്ടം അങ്ങേയറ്റത്തെ പരപീഡാ ദൃശ്യങ്ങൾ പകർത്തിവെക്കുന്നത് വെറുതെയല്ല. മാസാമാസം അധികാരി ചേട്ടന്മാരുടെ കാൽക്കൽ വെക്കേണ്ട തിരുമുൽക്കാഴ്ച ഗൂണ്ടാപ്പിരിവ് കൊടുക്കാൻ വിസമ്മതിക്കുന്ന കുട്ടികളെ വിരട്ടാനാണ്. ഒറ്റപ്പെട്ടതല്ല. മാസം 3 കൊലപാതകത്തോളം പോകുന്ന ഈ സാഡിസം അരങ്ങേറിയിട്ടും ആരോരും അറിയുന്നില്ലെങ്കിൽ, വിലാപങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ, ആ പ്രിൻസിപ്പലും വാർഡനും ഒക്കെ ഞങ്ങളുടെ നികുതി പണത്തിൽ ശമ്പളം വാങ്ങി തിന്നാതെ രാജിവെച്ച് ഇറങ്ങിപ്പോവണം, ഇല്ലെങ്കിൽ ഇറക്കണം സർക്കാർ. കോട്ടയം കോളേജിലെ പ്രിൻസിപ്പൽ പറയലാണ്, ഒന്നും അറിഞ്ഞില്ല, വിദ്യാർത്ഥികളാരും പരാതി പറഞ്ഞിരുന്നില്ല. ആ പ്രതിപ്പട്ടികയിലേക്ക് നോക്കണം മാഡം. അതിൽ 2ാം പ്രതി ഒരുത്തനുണ്ട്, പേര് രാഹുൽ രാജ്. ഹോസ്റ്റൽ മുറിയിലിട്ടൊരു തോട്ടം തൊഴിലാളി പുത്രനെ കൊല്ലാക്കൊല ചെയ്യുമ്പോൾ അവനെ നഴ്സിംഗ് വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഇൻസ്റ്റാഗ്രാം നാമധേയം രാഹുൽ രാജ് കോമ്രേഡ്. കേൾക്കുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ആ രാഷ്ട്രീയ സംഘടനാ തിണ്ണബലത്ത് ഒരുത്തനൊരു കൂട്ടം കയറി മേയുമ്പോൾ പരാതി പറഞ്ഞിട്ട് കൊന്ന് കഴിക്കോലിൽ കെട്ടിത്തൂക്കിയാൽ ആർക്കുമില്ല, അവന്റെ വീട്ടുകാർക്കാണ് നഷ്ടം. ഈ ന്യായം പറയുന്ന പ്രിൻസിപ്പൽ പറയുവോ സമാധാനം? കഴിക്കാൻ ഭക്ഷണം പോലും കൊടുക്കാതെ ദിവസങ്ങളോളം ഇടിച്ചും തൊഴിച്ചും ഇഞ്ചപ്പരുവത്തിൽ കൊലയ്ക്ക് കൊടുത്ത വയനാട്ടെ സിദ്ധാർത്ഥന്റെ ചോരകല്ലിച്ച ഓർമ്മകൾക്ക് ഈ വരുന്നയാഴ്ച വർഷം 1 പ്രായം. ഒരു വിദ്യാർത്ഥി 9ാം ക്ലാസ്സുകാരൻ മനസ്സുമെടുത്ത് ജീവനൊടുക്കിയതിന്റെ തുടർച്ചയിൽ അശ്ലീലവാക്കും വംശീയതയും പറഞ്ഞ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ആനന്ദിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ അവരെ കണ്ടതാണ് കേരളം. ഈ ജൻസി തലച്ചോറിൽ ആർത്തുപൊളയ്ക്കുന്ന മയക്കുമരുന്ന് പുഴുക്കളുടെ ആവേശത്തിൽ സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും കഴുത്തറക്കുമ്പോൾ കൈവിറയ്ക്കാത്ത ജൂനിയർ വിദ്യാർത്ഥിയുടെ പുക്കളിൽ ഡിവൈഡർ ഇട്ട് കുത്തിക്കറക്കി അട്ടഹസിക്കുന്ന ഈ സമാന്തര ലോക അരാജക വൈകൃത പേപ്പട്ടികളെ ചങ്ങലക്കിടാൻ നമുക്കൊരു നയമുണ്ടോ? ഇവിടെ ഒരു സർക്കാരുണ്ടോ?